ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മളൊരു ക്ലെൻസർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ക്ലെൻസർ ഏതാണെന്നും നല്ല അടിപൊളി ബ്രാൻഡഡ് ക്ലെൻസേഴ്സ് ഏതൊക്കെയാണെന്നുമാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സ്കിന്നുകാര് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി വേണം ക്ലെൻസർ തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിൻ എങ്ങനെയാണ് അല്ലെങ്കിൽ സ്കിൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഡ്രൈ സ്കിന്നുകാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് പ്രൊഡക്റ്റ്, റോസ് വാട്ടർ ഗ്ലിസറിനും പോലെയുള്ള പ്രൊഡക്ട്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കണം. കാരണം അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഒരു ക്ലെൻസർ, എന്റേത് ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ എന്റേത് ഒരു ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീം ആയിട്ട് ഡ്രൈ ആണ്. ഫേസിൽ അത്ര അറിയാൻ പറ്റില്ലെങ്കിലും ബോഡിയിലൊക്കെ നല്ലപോലെ ഡ്രൈ സ്കിൻ, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ് ആണ് എന്റേത്. അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റും തിരഞ്ഞെടുക്കുന്നത് അത്രത്തോളം ശ്രദ്ധിച്ചാണ്. അപ്പൊ ഞാൻ ഒരു ക്ലെൻസർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഞാൻ ഏത് ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് നമ്മളൊരു ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ഫേസിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ നാച്ചുറലി സ്കിന്നിലുള്ള ഓയിൽസിനെ മൊത്തവും റിമൂവ് ചെയ്യുന്ന രീതിയിൽ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആയിരിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നത്, അതായത് തിരഞ്ഞെടുക്കുന്നത്. ഒരിക്കലും അങ്ങനത്തെ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഒന്നും തിരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ക്ലെൻസർ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എപ്പോഴും ഈ ക്ലെൻസേഴ്സിന്റെ പുറത്തൊരു പേരുണ്ടാവും, ജെന്റിൽ ക്ലെൻസർ, ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ, അങ്ങനെയൊക്കെ പറയുന്ന ക്ലെൻസേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കി വേണം എടുക്കാനായിട്ട്. ഓയിൽ ക്ലെൻസറിനോ ഓയിൽ സ്കിൻ ടൈപ്പിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഓയിൽ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം അത് ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആയിരിക്കും. അത് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിച്ചാൽ വീണ്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുകയും കുറച്ചുകൂടി ഹാർഡ് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ജെന്റിൽ ക്ലെൻസർ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ എന്ന ബോട്ടിലിന്റെ പുറത്തുള്ളത് മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഈ ടെക്സ്ചർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്ലെൻസർ നമ്മൾ എടുക്കുന്ന ടൈമിൽ അതിന് ഒരു ലോഷൻ പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബാം ടൈപ്പ്, ഒരു മിൽക്കി കൺസിസ്റ്റൻസി ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് വേണം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ പതപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പത ഉണ്ടാവാൻ പാടില്ല. നോൺ ഫോമിങ് ക്ലെൻസേഴ്സ് ആയിരിക്കണം. ഇതൊക്കെ ഓൾറെഡി പല ക്ലെൻസേഴ്സിന്റെയും പുറത്ത് തന്നെ കാണിക്കും, നോൺ ഫോമിങ് ക്ലെൻസേഴ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ബോഡി ലോഷൻ ടൈപ്പ്, അല്ലെങ്കിൽ മിൽക്കി കൺസിസ്റ്റൻസി, ബാം ടൈപ്പ്, ക്രീമി ടൈപ്പ് കൺസിസ്റ്റൻസി ഒക്കെയുള്ള ക്ലെൻസർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ നോൺ ഫോമിങ് ആയിരിക്കണം, ഫ്രേഗ്രൻസ് ഫ്രീ ആയിരിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ആൽക്കഹോൾ ഫ്രീ ആയിരിക്കണം, ആൽക്കഹോൾ ഫ്രീ ഇൻഗ്രീഡിയന്റ് ആയിരിക്കണം. അതുപോലെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ്, അലോവേര, നാച്ചുറൽ ഓയിൽസ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, അലോവേര ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നില് മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുകയും വാട്ടർ കണ്ടന്റ് കൂടുതൽ വരികയും അങ്ങനെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതേപോലെ അലോവേര ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവുന്നതിന് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യും. സെറാമൈഡ്സ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ നാച്ചുറൽ ഓയിൽസ്, അതറിയാലോ, കോക്കനട്ട് ഓയിൽ, ജോജോബ ഓയിൽ, ആൽമണ്ട് ഓയിൽ ഒക്കെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന ക്ലെൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് pH ബാലൻസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണോ നോക്കണം. ഒട്ടുമിക്ക ക്ലെൻസേഴ്സിന്റെയും നമുക്ക് റിവ്യൂസിലൂടെ കാണാം ഒരു 5.5 നിൽക്കണ 5.5 pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലെൻസേഴ്സ് ആണ് എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നോൺ കൊമേഡോജനിക് ആയിട്ടുള്ള
ക്ലെൻസേഴ്സ് വേണം തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അതായത് നിങ്ങൾ ഒരു ക്ലെൻസർ ഒരു ഷോപ്പിൽ പോകുന്നു, ആ ക്ലെൻസറിന്റെ ബോട്ടിൽ എടുക്കുമ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കേണ്ടത് ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ്, അലോവേര, ഓയിലുകൾ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നോക്കണം. നോൺ ഫ്രാഗ്രന്റ് ആയിരിക്കണം, ആൽക്കഹോൾ ഫ്രീ ആയിരിക്കണം, ജെന്റിൽ ക്ലെൻസർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം, നോൺ ഫോമിങ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്ലെൻസർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലെൻസർ ആയിരിക്കും. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അതേപോലെ ക്ലെൻസേഴ്സിൽ എഴുതിയിട്ടുണ്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത് വേണം എപ്പോഴും എടുക്കാനായിട്ട്. അതേപോലെ ഈ ഓയിൽ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ, ഓയിലി സ്കിന്നിന് പറ്റിയതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബ്രാൻഡിന്റെ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് സെറ്റാഫിലും സെറാവയുമാണ്. റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റാഫിൽ ഓൺലൈൻ പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. ഒരു 125 ml ഏകദേശം ഒരു എത്രയാണ്, ഒരു 356 rupees ആണ് വരുന്നത്. സെറാവ ആകുമ്പോൾ ഒരു 88 ml പാക്കറ്റ് ആണ് വരുന്നത്, ബോട്ടിലാണ് വരുന്നത്. അതിന് 280 rupees ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സെറ്റാഫിലിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ അതിന്റെ കണ്ടന്റ്, അതായത് ക്വാണ്ടിറ്റി ഡിഫറെന്റ് ഉണ്ട്. ഒന്ന് 88 ml, ഒന്ന് 125 ml ആണ് കേട്ടോ. അപ്പോൾ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സിമിലർ ആണ് സെറാവയ്ക്കും സെറ്റാഫിലിനും. അപ്പോൾ ഇത് രണ്ടും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെറാവയുടെ ക്ലെൻസർ ആണ് കേട്ടോ. ഇതൊരു അടിപൊളി ക്ലെൻസർ ആണ്. ഇതിന്റെ ടെക്സ്ചർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രീമി ടെക്സ്ചർ ആണ് ഇതിന് വരുന്നത്. അടിപൊളിയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സെറ്റാഫിലും. അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്ലെൻസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഫ്രീ ആണ്, നോൺ ഫോമിംഗ് ആണ്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, സെറാമൈഡ്സ് ഉണ്ട്, നോൺ കൊമഡോജനിക് ആണ്, ഫ്രേഗ്രൻസ് ഫ്രീ ആണ് ഈ സെറാവെ. ഇതേപോലെ തന്നെ നമ്മുടെ സെറ്റാഫിൽ എന്ന് പറയുന്നത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഗ്ലിസറിൻ ഉണ്ട്, ആൽക്കഹോൾ ഫ്രീ ആണ്, ജെന്റിൽ ക്ലെൻസർ ആണ്. അപ്പൊ രണ്ടും ഒന്നിനൊന്ന് മെച്ചം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ഏതാണ് എന്നനുസരിച്ച് വേണം തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെൻസർ തിരഞ്ഞെടുക്കാൻ. ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഡ്രൈ സ്കിന്നുകാർ എങ്ങനെ ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കണം എന്നാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.